നമ്മുടെ മൊബൈലിലുള്ള ഇൻ്റർനെറ്റ് നമുക്ക് മറ്റൊരു മൊബൈലിലേക്ക് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക? സാധാരണ നമ്മുടെ മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ട് ഓണാക്കിയിട്ട് മറ്റുള്ള മൊബൈലിൽ കണക്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ മൊബൈലിലുള്ള ഇൻ്റർനെറ്റ് ഡാറ്റ നമ്മൾ മറ്റൊരു മൊബൈലിലേക്ക് ഷെയർ ചെയ്യുന്നത്. എന്നാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഹോട്ട്സ്പോട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു മൊബൈലിൽ ഇവിടെ കാണുന്ന ഈ പാസ്വേഡും കൂടി എൻ്റർ ചെയ്തിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഇവിടെ താഴെ കോൺഫിഗർ എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നെറ്റ്വർക്ക് നെയിം എന്താണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്, ആ ഒരു നെയിം ആയിരിക്കും മറ്റൊരു മൊബൈലിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുക. നമുക്ക് നമ്മളെ പേര് വെക്കാം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അവർക്ക് സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു പേരായിരിക്കും അവിടെ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ സെക്യൂരിറ്റി എന്ന ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു സെക്യൂരിറ്റി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. തുടർന്ന് താഴെ കാണുന്ന പാസ്വേഡ്, ഈ പാസ്വേഡാണ് അവർക്ക് കണക്റ്റ് ചെയ്യാൻ എന്തായാലും വേണ്ടത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പാസ്വേഡ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓക്കെ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ബ്രോഡ്കാസ്റ്റ് ചാനൽ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ എത്ര മൊബൈലിൽ അല്ലെങ്കിൽ എത്ര ഡിവൈസിൽ ഇത് കണക്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് അത്രയും മൊബൈലിൽ അത്രയും ഡിവൈസസിൽ ഇത് കണക്റ്റ് ആക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒന്ന് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതായത് ഒരു മൊബൈലിൽ അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ മാത്രമേ ഈ ഒരു ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ, അതായത് സെറ്റ് മൊബൈൽ ഡാറ്റ ലിമിറ്റ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട്, അതായത് നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പോൾ 1.5 GB അല്ലെങ്കിൽ 2 GB ഡാറ്റ ആയിരിക്കും നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടാകുക. എന്നാൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന, അതായത് ഹോട്ട്സ്പോട്ട് ഓണാക്കിയിട്ട് മറ്റൊരു മൊബൈലിലേക്ക് മറ്റൊരു ഡിവൈസസിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ അൺലിമിറ്റഡ് ആയിട്ട് ഈ ഡാറ്റ ഉപയോഗിക്കും. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഡാറ്റ കാണില്ല. അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു ലിമിറ്റായിട്ടുള്ള ഒരു MB നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ നിങ്ങൾ 500 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 GB മാത്രമേ അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ 200 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 200 MB മാത്രമേ ഇവിടെ ആ വ്യക്തിക്ക് ഈ മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഡാറ്റ കൂടുതൽ അവർ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാറ്റ ലിമിറ്റിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ടേൺ ഓൺ വെൻ നോ ഡിവൈസ് കണക്റ്റഡ് ഫോർ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ഹോട്ട്സ്പോട്ട് ഓണാക്കി കഴിഞ്ഞാൽ എത്ര മിനിറ്റ് കൊണ്ട് അതിൽ കണക്റ്റ് ചെയ്യണം എന്ന് ഞങ്ങൾക്കിവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഒരുപാട് സമയം നമ്മൾ മൊബൈൽ ഹോട്ട്സ്പോട്ട് ഓണാക്കിയിട്ട് അവർ കണക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാകും. ഇപ്പോൾ 5 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. 5 മിനിറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ ആ മറ്റൊരു ഡിവൈസസ് ഇതിൽ കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാകും. അവർക്ക് പിന്നെ കണക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഞാനിവിടെ 20 മിനിറ്റ്സ് എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഏറ്റവും താഴെ വൈഫൈ ഷെയറിംഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഈ വൈഫൈ ഷെയറിംഗ് എന്നുള്ളത് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ, നമ്മളൊരു വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ മൊബൈൽ ഡാറ്റയെ കുറിച്ചാണ് പറഞ്ഞത്, വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വൈഫൈ കൂടി നമുക്ക് മറ്റൊരു മൊബൈലിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. ഞാനിപ്പോൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നതുകൊണ്ട് അത് ഞാൻ ഓൺ ചെയ്യുന്നില്ല. ഇവിടെ കുറച്ച് മുകളിലായിട്ട് ഹിഡൻ നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഈ ഹിഡൻ നെറ്റ്വർക്ക് നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയാൽ കൂടി മറ്റൊരു മൊബൈലിൽ നമ്മുടെ മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ആ ഒരു കണക്ഷൻ അവരുടെ മൊബൈൽ കാണിക്കുകയില്ല. ഞാനതുകൊണ്ട് ഓഫാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ മറ്റൊരു മൊബൈലിൽ കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ, സാധാരണ നിങ്ങളൊരു പാസ്വേഡ് പറഞ്ഞു കൊടുത്തു, പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ കണക്റ്റ് ആകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഹിഡൻ നെറ്റ്വർക്ക് എന്ന ഭാഗം ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു മൊബൈലിൽ ഇത്
കാണിക്കുകയില്ല. നിങ്ങൾ നെറ്റ്വർക്ക് ഓണാക്കിയതോ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ പേരോ ഒന്നും അതിൽ കാണിക്കുകയില്ല. അപ്പോൾ അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയും ഇല്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ സേവ് എന്ന ഒരു ഓപ്ഷനുണ്ട്. അവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സെറ്റ് ചെയ്ത് വെച്ച എല്ലാ കാര്യങ്ങളും സേവ് ആകും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.